ശരത്തേട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ അമ്മ? ഒരു കുഴപ്പമില്ല. അപകടനില തരണം ചെയ്തു എന്നല്ലേ ശരത്തിന്റെ അമ്മ പറഞ്ഞത്. ഇനിയിപ്പൊ പേടിക്കാനൊന്നുമില്ല മോളെ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ. പാവ ശരത്തേട്ടൻ ഇവിടെ വന്ന് താമസിച്ചോണ്ടല്ലേ ഈ അപകടമൊക്കെ ഉണ്ടായത്. ഇവിടെ വന്ന് താമസിച്ചതുകൊണ്ടോ? അങ്ങനെയെങ്കിൽ ഈ വീടിന് ദോഷമുണ്ടെന്നാണോ മോള് പറയുന്നേ? അല്ലെങ്കിൽ എന്റെ കാലക്കേടായിരിക്കും. ഞാനൊരു ഭാഗ്യമില്ലാത്ത പെണ്ണ അമ്മ. കണ്ടില്ലേ എന്നെ കെട്ടാൻ പോകുന്ന ആൾക്ക് പറ്റിയത്. ഇനി എന്നെ വേണ്ടെന്ന് പറയുമായിരിക്കും ശരത്തേട്ടൻ. എന്നാരാ നിന്നോട് പറഞ്ഞത്? ശരത്തിനൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിലും നിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മേ, ആ ദേവികയുടെ കുഴപ്പം കൊണ്ടാണോ സുധീട്ട് മരിച്ചത്? അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ, അത് ശരിയാണെങ്കിൽ ഇതും ശരിയാവണ്ടേ അമ്മ? അവളെ പോലെയാണോ മോള്? നമ്മുടെ സുതിമോ മരിച്ചുപോയി. ശരത്താണെങ്കിലോ അത്രയും വലിയ അപകടം ഉണ്ടായിട്ടും രക്ഷപ്പെട്ട് വന്നില്ലേ? നിനക്കെന്താടി കൊച്ച അങ്ങനെ ചിന്തിച്ചാല്? അതെ, അതാ ശരി. അങ്ങനെ വേണം എന്റെ മോള് ചിന്തിക്കാൻ. എന്റെ മോള് വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ശരത്ത് നിന്റെ കഴുത്തിൽ താലി കെട്ടും. അതിനു വേണ്ടി അമ്മ ഞാൻ കാത്തിരിക്കുന്ന ആ ദിവസം ഇനി എന്നാണ് അവ വരുന്നത്? ഉടനെ വരും കൊച്ചേ, അതിനി അധികം വൈകില്ല. അമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിത്യമോളെ വാ, ആഹാരം കഴിക്കാം. എനിക്കൊന്നും വേണ്ട. എന്റെ ശരത്തേട്ടൻ ആശുപത്രിയിൽ കിടക്കുമ്പോ ഞാൻ ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല.